Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഹാൻഡ്സ് ഓൺ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിന്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട്ഫോണായ സാംസങ് ഗാലക്സി S10 Plus ആണ്. അപ്പോൾ സാംസങ് ഗാലക്സി S10 Plus ആണ് S10 സീരീസിലെ ഏറ്റവും പ്രൈസ് കൂടിയും അല്ലെങ്കിൽ ഏറ്റവും നല്ല ഹാർഡ്വെയർ ഓഫർ ചെയ്യുന്ന പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട്ഫോണാണ് S10 Plus. അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ S10 Plusനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ S10 Plusന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും നല്ല പവർഫുള്ളായ ഹാർഡ്വെയറും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്പ്ലേ കുറിച്ച് പറയാം. ഇത് ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ചസ് സൂപ്പർ എമോലെഡ് ഡിസ്പ്ലേ ആണ്. ഇതൊരു ക്വാഡ് HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗോറില്ല ഗ്ലാസ് 6ഉം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസ്പ്ലേനകത്ത് തന്നെ ഒരു സെൽഫി ഡുവൽ ക്യാമറയാണ് വരുന്നത്. പഞ്ച് ഹോൾ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇൻ ഡിസ്പ്ലേ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വളരെ ഒരു മനോഹരമായ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ എമോലെഡ് പാനൽ ആയതുകൊണ്ട് തന്നെ വളരെ ഒരു റിച്ച് ആൻഡ് വിവിഡ് കളേഴ്സാണ് വരുന്നത്. വ്യൂയിങ് ആംഗിൾസും എക്സലൻ്റ് ആണ്. കളർ റിപ്രൊഡക്ഷൻ ആണെങ്കിലും വളരെ മനോഹരമായ കളേഴ്സാണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഒരു മികച്ച പാനലാണ് സാംസങ് കൊടുത്തിട്ടുള്ളത് S10 Plusൽ. പിന്നെ ഡിസൈൻ നോക്കുകയാണെങ്കിലും മെറ്റൽ ആൻഡ് ഗ്ലാസ് കൺസ്ട്രക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു പ്രീമിയം ഫിനിഷാണ് വരുന്നത്. പവർ ആൻഡ് വോളിയം കീസ് നോക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ബാക്ക് പാനലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറയെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്നും കൂടി പറയാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ബാക്ക് പാനലിൽ കുറച്ചൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്, കാരണം ഗ്ലാസ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫിംഗർ പ്രിൻറ്റ്സ് അട്രാക്ട് ചെയ്യുന്നത് കാണാം. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് വേറെ എന്ന് പറയുന്നത് 3.5mm ഓഡിയോ ജാക്ക് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫ്രണ്ട് ഫേസിങ് സെൽഫി ക്യാമറ ഡുവൽ ക്യാമറയാണ്, അത് ഡിസ്പ്ലേനകത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് വേറൊരു മികച്ച കാര്യം. അപ്പോൾ നമ്മൾ ഓണർ വ്യൂ 20ൽ കണ്ട അതേപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ് ഇതിനകത്തും വരുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ One UI എന്ന് പറഞ്ഞൊരു UI ആണ് വരുന്നത്. ഒരു പുതിയ UI ആണ്. One UI ഈ അടുത്ത് അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ബേസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ Android 9.0 ആണ് വരുന്നത്. അപ്പോൾ അതിന് മുകളിലാണ് One UI വരുന്നത്. One UI എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇംപ്രൂവ്ഡ് UI എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പഴയ എക്സ്പീരിയൻസ് UIനേക്കാളും നല്ലൊരു എഫിഷ്യൻറ്റ് UI ആണ്. ക്ലട്ടർ ഫ്രീ UI എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അതുകൂടാണ്ട് തന്നെ UI കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പഴയ എക്സ്പീരിയൻസ് UIനേക്കാളും നല്ലൊരു ഓർഗനൈസ്ഡ് UI ആണ് One UI പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറയെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ 12 MP f1.5 to 2.4 വേരിയബിൾ അപ്പേച്ചറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസും കാണാം. പിന്നെ ക്യാമറയുടെ ഇൻ്റർഫേസ് തന്നെ രണ്ട് മേജർ കാര്യങ്ങൾ കാണാം. ഒന്ന് ടെലിഫോട്ടോ ലെൻസ്, അതൊരു 12 MP f2.0 ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. 2x ഒപ്റ്റിക്കൽ സൂമും വരുന്നത്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഒരു 16 MP അൾട്രാ വൈഡ് ക്യാമറയും അതിനകത്ത് തന്നെ കാണാം. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ ഡുവൽ ക്യാമറയാണ് വരുന്നത്. 10 MP f1.9 ക്യാമറയും പിന്നെ ഒരു സെക്കൻഡറി 8 MP ഡെപ്ത് സെൻസിങ് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മൾ എടുത്തൊരു സെൽഫിയും കാണാം. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്യാമറ ഒരു ടോപ്പ് എൻഡ് ക്യാമറ അല്ലെങ്കിൽ മികച്ച ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയി ഹാൻഡ്സ് ഓൺ റിവ്യൂ ചെയ്യുമ്പോൾ ക്യാമറയെക്കുറിച്ച് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 855 ഒക്ടാകോർ ചിപ്സെറ്റാണ്. അത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. പക്ഷേ ഇന്ത്യൻ പേരിൽ വരുന്നത് Exynos 9820 ഒക്ടാകോർ ചിപ്സെറ്റാണ്. സാംസങ്ങിൻ്റെ Exynos ചിപ്സെറ്റാണ് വരുന്നത്. ഇത് 12 GB റാം ആണ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരുന്നത് 12 GB റാമും 1 TB ഹാർഡ് ഡിസ്കുമാണ് വരുന്നത്. എന്നാൽ 8 GB റാമും 120 GB അല്ലെങ്കിൽ 512 GB വേരിയൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് സാംസങ് ഗാലക്സി S10 Plusൻ്റെ വേരിയൻറ്റ്സ് വരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് 4100 mAh ബാറ്ററി, അതായത് 4100 mAh കപ്പാസിറ്റി ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്യുന്നത്. വളരെ ഒരു മികച്ച ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി S10 Plusൻ്റെ ഒരു ക്വിക്ക് ഹാൻഡ്സ് ഓൺ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.